12th CBSE ബോർഡ് എക്സാമിനെ വളരെയധികം സീരീസോടെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? കാരണം നവംബർ കഴിഞ്ഞതാ, ഡിസംബർ മാസം കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി എക്സാമിൻ്റെ ഫേസിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഏത് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇനി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നിങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു മെയിൻ ബോർഡ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് ചെയ്യാനും പോകുന്നത്. 12th CBSE ബോർഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ബയോളജി നമ്മുടെ സബ്ജക്റ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. NCERT സിലബസ് അറിയാവുന്നവർക്കറിയാം എത്രത്തോളം പഠിച്ചാലും നമുക്ക് പിന്നെയും എവിടെയൊക്കെ മിസ്സിംഗ് ആണ്, എവിടെയൊക്കെ എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നും. അപ്പോൾ പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ബോട്ടണിയും സുവോളജിയും നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ നിങ്ങൾ നല്ലോണം പ്രോബ്ലം ചെയ്യണം. നന്നായിട്ട് എത്രത്തോളം പ്രോബ്ലം ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഈസി ആവുകയും ചെയ്യും. ബയോളജിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോട്ടണിയിൽ തന്നെ ബയോടെക്നോളജി പ്രോസസ്സും പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഈ 2 ചാപ്റ്റർ, അതായത് ആ കംപ്ലീറ്റ് യൂണിറ്റ് പഠിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിപ്പം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്റർ എടുത്താൽ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാത്ത ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുമോ എന്നൊന്ന് നോക്കാം. നമ്മൾ കോമ്പറ്റീഷൻ, പ്രിഡേഷൻ അങ്ങനെ പലതരത്തിലുള്ള ഇൻറ്ററാക്ഷൻസ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പഠിക്കുന്നുണ്ട്. അതിൽ കലോട്രോപ്പിസ് എന്ന ഫ്ലവറിൽ കാണുന്ന കെമിക്കൽ ഏതാണ് എന്ന് ചോദിക്കുന്നത്, അതായത് അവർക്ക് പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് ഓരോ ലൈൻ ബൈ ലൈനിൽ എന്താണുള്ളതെന്ന് അറിയത്തില്ല എങ്കിൽ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് തറവായിക്കൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് ഓരോ ചാപ്റ്ററും നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ എവിടെ പോകും? നിങ്ങൾ സ്വന്തം ഇരുന്നാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ എടുത്താലും തീരില്ല. പക്ഷേ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വൺ ഷോട്ട് റിവിഷൻ നടത്തിയും പിറ്റേന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വർക്ക് ഷീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാ സാമ്പിൾ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുകയും ചെയ്താൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ എൻ ഗെയിം റിവിഷൻ എന്ന് പറയുന്നത്. ഡിസംബർ 1 മുതൽ നമ്മൾ എൻ ഗെയിം ബാച്ചിലെ ക്ലാസ്സസ് ആരംഭിക്കാൻ പോവാണ്. എല്ലാ സബ്ജക്റ്റിനെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിൽ നിന്ന് വരുന്നത് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, അസേർഷൻ ടൈപ്പ്, ലോങ്, ഷോർട്ട്, കേസ് സ്റ്റഡി, ഇങ്ങനെ എല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ വർക്ക് ഷീറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നത് വഴി പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാമിന് ഒരുങ്ങാൻ പറ്റും. സോ വെറും 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് ബാച്ച് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയും വളരെ അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും പ്രോപ്പർ റിവിഷൻ നിങ്ങൾ ഇനിയുള്ള മാസങ്ങൾ ഏറ്റവും പ്രോപ്പറായിട്ട് കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോളും. കാരണം എല്ലാ കുട്ടികളും ഇതിൻ്റെ റിസൾട്ട് അവസാനം ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം വളരെയധികം കോൺഫിഡൻസോടെ പറഞ്ഞതാണ് എൻ ഗെയിം ബാച്ചിൽ പഠിച്ചതിൻ്റെ എഫക്റ്റ് അവർക്ക് എത്രത്തോളം കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം കളയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പ്രോപ്പറായിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇനി പഠിച്ചു തുടങ്ങാം. സോ എൻ ഗെയിം ബാച്ചിൽ കാണാം.